ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മഴത്തോരു മുൻപേടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മാമച്ചായനും ഗ്രേസി ആൻറ്റിയും കൂടിയിട്ട് അവൾക്ക് വേണ്ട കുറേ ഡ്രസ്സുകൾ വാങ്ങിയിട്ട് അതൊക്കെ അവൾ ദേഹത്ത് വെച്ച് ഇങ്ങനെ നോക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട്, ഇതൊക്കെ നിനക്ക് ഡെയിലി യൂസ് ചെയ്യാനായി എന്ന് പറഞ്ഞിട്ട് 2-3 ഡ്രസ്സ് എടുത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വേറൊരെണ്ണം എടുത്ത് ദേഹത്ത് വെച്ച് അവളുടെ നമ്മുടെ രേവതിയുടെ ദേഹത്ത് വെച്ച് നോക്കിയിട്ട് പറയാണ്, ഇത് നിനക്ക് അമ്പലത്തിലോ മറ്റോ പോകുമ്പോൾ ഉപയോഗിക്കാം. പിന്നെ ഒരു നല്ലൊരു അടിപൊളി ഡ്രസ്സ് എടുത്ത് കൊടുത്തിട്ട് പറയാണ്, ഇത് നിനക്ക് കല്യാണത്തിനോ എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ പോകുമ്പോൾ നിനക്ക് ഇത് ഇടാട്ടോ എന്നിങ്ങനെ പറഞ്ഞ് കൊടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് അവൾ ഇങ്ങനെ അന്തം വിട്ട് നോക്കുകയാണ് രേവതി. മാമച്ചായനാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് ഫോണിൽ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മാമച്ചായനും രേവതി ഇടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അപ്പോൾ അവൾ ഇപ്പോൾ ചോദിക്കുകയാണ്, ഇത് മുഴുവൻ എനിക്കാണോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ അല്ലാണ്ട് എനിക്കാണോ, എനിക്ക് എന്നായിട്ടാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗ്രേസി ആൻറ്റി അങ്ങനെ ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ ആ സമയത്ത് അവളുടെ കണ്ണിങ്ങനെ നിറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അവളിങ്ങനെ അതും വാങ്ങിച്ച് പോവാൻ നിൽക്കണ നേരത്തെ ഗ്രേസി പറയുന്നുണ്ട്, അവിടെ നിന്ന് ഒരു കാര്യം കൂടിയുണ്ട് എന്ന് പറഞ്ഞിട്ട് വേറൊരു കവറും കൂടി എടുത്തു കൊടുക്കുകയാണ്. എന്നിട്ട് അതിൽ നിന്നിട്ട് ഇത് നിനക്ക് മുഖത്തിടാനുള്ള ഫേസ് ക്രീമും അതുപോലെ തന്നെ ഇത് തലയിൽ സ്പ്രേ ചെയ്യാനുള്ള സ്പ്രേ ആണ്, ഇത് നിനക്ക് നിന്റെ ദേഹത്തടിക്കാനുള്ള സ്പ്രേ, അതുപോലെ ഐലൈനറും അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും വാങ്ങിക്കൊടുക്കുകയാണ്. ഇതൊക്കെ നിനക്ക് ഉപയോഗിക്കാണ്, നെയിൽ കട്ടറും നെയിൽ പോളിഷും എല്ലാ സാധനങ്ങളും വാങ്ങിക്കൊടുക്കാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് രേവതി ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. രേവതിക്ക് ഇവരുടെ സ്നേഹം എന്താണെന്ന് ശരിക്കും മനസ്സിലാകുന്നതേ ഉള്ളൂ. പുറമേ ദേഷ്യം കാണിക്കുമെങ്കിലും ഉള്ളിൽ നല്ല സ്നേഹമാണെന്ന് അവൾക്ക് വ്യക്തമായി മനസ്സിലായി. അങ്ങനെ അതൊക്കെ കൊണ്ട് അവൾ കണ്ണീരോട് കൂടി തന്നെയാണ് അവിടെ നിന്നും പോകുന്നത്. അപ്പോൾ ആ സമയത്ത് ഗ്രേസി നമ്മുടെ മാമച്ചാനോട് പറയുന്നുണ്ട്, അവളൊരു സന്തോഷം നോക്കി ചായ എന്ന് പറയുകയാണ്. അതെ, നിനക്കത് വാങ്ങിക്കൊടുക്കാൻ തോന്നിയല്ലോ, അത് നന്നായി എന്നിങ്ങനെ മാമച്ചായനും പറയുന്നുണ്ട്. അങ്ങനെ അവളാണെങ്കിൽ അതിൽ നിന്ന് ഒരു ഡ്രസ്സ് ഇട്ടിട്ട് താഴേക്ക് ഇങ്ങനെ വരികയാണ്. അപ്പോൾ നന്നായിട്ടുണ്ട്, നിനക്ക് നന്നായി ഇണങ്ങുന്നുണ്ട് എന്ന് പറയണം. നല്ല സുന്ദരി കുട്ടിയായിട്ടാണോ അപ്പോൾ അവൾ വരുന്നത്. അപ്പോൾ അവരൊക്കെ രണ്ടുപേർക്കും നല്ല ഭംഗിയായി എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അവനെ മാമച്ചായൻ പറയാണ്, നീ ഒന്ന് തിരികെ നീങ്ങി നിന്ന് എന്ന് പറഞ്ഞിട്ട് മാമച്ചായൻ്റെ മൊബൈലിൽ അവളുടെ ഒരു ഫോട്ടോ എടുക്കുകയാണ്. അങ്ങനെ അവൾ സന്തോഷത്തോടു കൂടി അത് വിട്ട് അവൾ മുകളിലേക്ക് കയറി പോവുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ മനു ആണെങ്കിൽ അവിടേക്ക് വരികയാണ്. വൈജയന്തിയുടെ വീട്ടിലേക്ക് വാതിൽ തുറന്നു കൊടുക്കുന്ന അലീനയാണ്. അപ്പോൾ കാറിൻ്റെ ഒച്ച കേട്ടപ്പോൾ വേഗം ചെന്ന് വാതിൽ തുറന്നു കൊടുക്കുകയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാനിപ്പോൾ മനുവേട്ടനെ കുറിച്ച് ചിന്തിച്ചതേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് തന്നെ മനുവേട്ടൻ വന്നല്ലോ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ഞാനിവിടെ വന്നപ്പോൾ അലീനനെ പറ്റി ചിന്തിച്ചു, അത് പറയും, അങ്ങനെ പറയൂ, അപ്പോൾ അതൊരു മനഃശാസ്ത്രമാണ് എന്നൊക്കെ പറഞ്ഞ അങ്ങനെ അവർ തമ്മിൽ ഒരു കുശലാന്വേഷണം കാര്യങ്ങളൊക്കെ നടത്തുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എല്ലാം എങ്ങനെയുണ്ട് ഇവിടുത്തെ എൻ്റെ ആൻറ്റിയുടെ ഭരണം കാര്യങ്ങളൊക്കെ, പോരും കുശുമ്പും എല്ലാതും ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അതൊന്നും കുഴപ്പമില്ല, ഞാൻ അറിയാതെയല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അറിയാതെയോ, എന്തറിയാതെ എന്നിങ്ങനെ മനു ചോദിക്കുകയാണ്. അപ്പോൾ അപ്പോഴേക്ക് അലീന പറയുന്നുണ്ട്, അല്ല ഞാനൊരു പാവമാണെന്ന് അറിയാതെയല്ലേ സംസാരിക്കുന്നത് എന്ന് പറയുമ്പോൾ, അങ്ങനെ അത് ശരിയാ, താനൊരു പാവമാണോ താനൊരു സാമ്പത്തികക്കാരിയാണോ എന്നൊന്നും എനിക്കും അറിയില്ലല്ലോ, അപ്പോൾ അതറിയാതിരിക്കുക ഭേദം എന്നും പറഞ്ഞിട്ട് അലീന അകത്തേക്ക് പോവുകയാണ്. അങ്ങനെ ആ സമയത്ത് നേരെ മുത്തശ്ശിയുടെ അരികിലേക്കായിട്ട് നമ്മുടെ മനു വന്നിരിക്കുകയാണ്. അപ്പം മനു പറയുന്നുണ്ട്, എന്തായി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ, മുത്തശ്ശിയുടെ സൗദാമിനിയമ്മയുടെ മകളുടെ സ്വഭാവമൊക്കെ എങ്ങനെ ആ കുട്ടിയോട് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും പറയണ്ട മോനെ, അതൊക്കെ അങ്ങനെ തന്നെ നടക്കുന്നുണ്ട്. അവൾക്ക് സ്വർണത്തിൽ ചാലിച്ചു കൊടുത്തു കഴിഞ്ഞാലും അവൾക്ക് ഇഷ്ടപ്പെടില്ല, അവൾ അങ്ങനെ കുറ്റം മാത്രമേ കണ്ടെത്തുകയുള്ളൂ. പിന്നെ ആ കുട്ടിയെ നീ ഇവിടെ കൊണ്ടുവന്നത് നിനക്ക് പുണ്യം കിട്ടും, എനിക്ക് അത്രയും നല്ലൊരു മോളെയല്ലേ കൊണ്ടുതന്നത്, അപ്പൊ എങ്ങനെയുണ്ട് ഇപ്പൊ മുത്തശ്ശേരി കാലൊക്കെ എന്ന് ചോദിക്കുമ്പോൾ ഒരു കുഴപ്പവുമില്ല, അതൊക്കെ അങ്ങ് മാറിക്കോളും, അലീനയുണ്ടല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ മുത്തശ്ശിക്ക് ഇഷ്ടമായില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. പിന്നെ അല്ലാതെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അല്ല മോനെ, ഇവിടെ വേറൊരു സംഭവം നടന്നായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താ മുത്തശ്ശി എന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ വൈജയന്തിയുടെ ഒരു മോതിരം, 1.5 പവന്റെ മോതിരം, അത് കാണാതെയായി. എന്നിട്ടോ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ മനു. എന്നിട്ട് എന്താ, പിന്നെ ഇവിടെ പുറത്തു നിന്നുള്ളത് അലീന മാത്രമല്ലേ ഉള്ളൂ, അലീനയെ ഇനി പറയാത്തതൊന്നുമില്ല, അലീന എടുത്തു എന്നുള്ള രീതിയിൽ അവളെ കുറ്റപ്പെടുത്തി. എന്നിട്ട് സാധനം കിട്ടിയോ എന്ന് ചോദിക്കുകയാണ്. പിന്നെ കിട്ടാതെ അവളുടെ പേഴ്സിൽ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ട് എന്തായി മുത്തശ്ശി, അലീനയോട് ആൻറ്റി മാപ്പ് പറഞ്ഞു, എന്തെങ്കിലും ജസ്റ്റ് ഒരു സോറി എങ്കിലും പറഞ്ഞു എന്ന് ചോദിക്കുകയാണ്. പിന്നെ അവളല്ല സോറി പറയുന്നത് എന്നിങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട്. അപ്പോഴേക്കും അലീന എന്നിങ്ങനെ വിളിക്കുകയാണ്, എനിക്കൊരു ചായ എടുത്തേ എന്ന് പറയുന്നുണ്ട്. എടുക്കാം എന്നിങ്ങനെ പറയാണ്. അപ്പം അലീന ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ അലീനയോട് മനു ചോദിക്കുന്നുണ്ട്, എല്ലാം ഇവിടെ മോതിരം കാണാതായ കാര്യമൊന്നും താൻ എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്.
അപ്പം മുത്തശ്ശി അലീന ഒന്ന് നോക്കുന്നുണ്ട് എന്തിനാ അത് പറഞ്ഞത് എന്നുള്ള രീതിയിൽ. അപ്പം മുത്തശ്ശി തലയും കുമ്പിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ അലീന ചായ എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അങ്ങനെ ചായ എടുത്തുകൊണ്ട് വന്നിട്ട് അവിടെ ടേബിളിൽ അങ്ങനെ വെക്കുകയാണ്. സമോസയും ഉണ്ട് കൂടെ. അപ്പം വിളിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ തന്നെ മനു എവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിളിക്കാൻ നിൽക്കായിരുന്നു മനുവേട്ടനെ എന്ന് പറയുകയാണ് നമ്മുടെ അലീന. അപ്പോഴേക്കും താൻ ചായ കുടിച്ചോ, തനിക്ക് എന്താ ചായ എടുക്കാഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചല്ലോ, അപ്പോൾ ഒരു ചായ കുടിച്ചു, ഇപ്പൊ വേണ്ട എന്ന് പറയുന്നുണ്ട്. ഞാനും അങ്ങനെ തന്നെയാ എന്ന് പറഞ്ഞിട്ട് മനു അവിടെ ഇരുന്നിട്ട് ചായ കുടിച്ചു തുടങ്ങുകയാണ്. എന്താ കഴിച്ചത് എന്ന് അലീന ചോദിക്കുന്നുണ്ട്. അവ പറയാണ് ഞാൻ കഴിച്ചത് പുട്ടും പഴവും എന്ന് പറയാണ്. പുട്ടും പഴവും എന്നും അത് തന്നെയാ ഉണ്ടാവുക അവിടെ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അതെന്താ അങ്ങനെ എന്ന് ചോദിക്കുന്നുണ്ട് അലീന. അത് വലിയൊരു കഥയാണ്. നീ കണ്ടിട്ടില്ലേ അവിടെ വീടിൻ്റെ ബാക്കിലായിട്ട് വലിയൊരു പറമ്പ്, അപ്പോൾ അവിടെ വലിയൊരു വാഴകൃഷിത്തോട്ടല്ലേ എന്നിങ്ങനെ അലീന ചോദിക്കുന്നുണ്ട്. അതെ, അവിടെ എന്നും വാഴക്കൊല പഴുക്കും. അപ്പോൾ വാഴ അതൊരു പ്രകൃതി നിയമമാണല്ലോ, വാഴക്കൊലക്കിലും പഴുക്കലൊക്കെ. പക്ഷേ എന്ന് കൊല പഴുത്ത് കഴിഞ്ഞാലും അന്ന് ഞങ്ങളുടെ വീട്ടിൽ പുട്ടുണ്ടാക്കും. അപ്പോൾ പുട്ടുണ്ട് അതിന് കൂട്ടി പുട്ടും പഴവും അങ്ങനെ തിന്നും. അത് കഴിഞ്ഞ് പിന്നെ സമാധാനം, കൊല തീർന്നു, അപ്പൊ സമാധാനമായി എന്ന് കരുതിയിരിക്കുമ്പോഴാവും അടുത്തത് പഴുക്ക. അപ്പൊ വീണ്ടും പുട്ടും പഴവും. അപ്പൊ ഇതിനൊക്കെ മറുപടി ആയിട്ട് നമ്മുടെ അലീനെ പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്, മനു പറയുന്ന ഓരോ കാര്യങ്ങൾ കേട്ടിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയ്ക്ക് പിന്നെ ഭയങ്കര മടിയാണല്ലോ, അതുകൊണ്ട് തന്നെ അമ്മ പുട്ടിന് വേണ്ടിയിട്ട് പഴത്തിന് വേണ്ടിയിട്ട് പുട്ടുണ്ടാക്കുന്ന പോലെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറയാണ്. അപ്പോൾ ആ സമയത്ത് അലീന ചോദിക്കുന്നുണ്ട്, അല്ല ഞാനുള്ള സമയത്ത് അപ്പോൾ ഇഡ്ഡലിയും അപ്പമൊക്കെ ഉണ്ടാക്കിയിരുന്നല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് പിന്നെ ജോലിക്ക് നീയുണ്ടല്ലോ ചെയ്യാനായിട്ട്, അപ്പം പിന്നെ അതൊക്കെ നിന്നെ കൊണ്ട് ഉണ്ടാക്കിക്കാമല്ലോ, അല്ലാതെ അമ്മയ്ക്ക് അതൊന്നും പറ്റില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പം അതൊക്കെ കേട്ട് ചിരിക്കുമ്പോൾ മനു ചോദിക്കുകയാണ്, ഇപ്പം എങ്ങനെയുണ്ട്, ഒരു ആശ്വാസമില്ലേ ഞാനിങ്ങനെ മറുപടിയൊക്കെ പറഞ്ഞപ്പോൾ എന്ന് ചോദിക്കുമ്പോൾ ഉവ്വ ഉണ്ട്, നല്ല ആശ്വാസമുണ്ട് എന്ന് പറയാണ്. അങ്ങനെ അതിനിടയിലാണെങ്കിൽ നമ്മുടെ അലീനയുടെ കയ്യിൽ ഫോണൊന്നുമില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഉണ്ട്, ഒരു ചെറിയ ഫോണുണ്ട്, മമ്മിയുടെയാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒന്ന് കാണട്ടെ എന്ന് പറയാണ്. അത് ചാർജ് ഉണ്ടായിരുന്നില്ല, ചാർജ് ചെയ്ത്, പക്ഷേ എങ്കിൽ പോലും അത് വിളിക്കാനൊന്നും പറ്റുന്നില്ല എന്നിങ്ങനെ അലീന പറയുകയാണ്. കാണട്ടെ എന്ന് പറഞ്ഞിട്ട് അത് എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് മുത്തശ്ശിയുടെ വരിയിൽ വെച്ച് തന്നെയാണ് അത് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് മൊബൈൽ കണ്ടുപിടിച്ച കാലത്തുള്ള ഫോണാണല്ലോ എന്നിങ്ങനെ മനോജ് പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് അല്ല ഇതിൻ്റെ നമ്പർ എത്രയാ? അപ്പോൾ ആ സമയത്ത് ഒരു കടലാസ് വേറെ ആ ബാഗിൽ നിന്ന് എടുത്ത് കടലാസിൽ നമ്പർ എഴുതിയതെടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് പറയാണ് മനു, അതെ ഇതിനിപ്പോൾ റീചാർജ് ചെയ്തതിൻ്റെ കുഴപ്പമായെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് എനിക്ക് റീചാർജ് ചെയ്യാനൊന്നും അറിയില്ല, മമ്മി ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ അടുത്തൊരു മൊബൈൽ ഷോപ്പിൽ പോയിട്ടാണ് റീചാർജ് ചെയ്യാറ്, എനിക്ക് ഇപ്പം ഇവിടെ അടുത്ത് എവിടെയാണ് മൊബൈൽ ഷോപ്പൊന്നും എനിക്കറിയില്ലല്ലോ എന്നിങ്ങനെ അലീന പറയുമ്പോൾ ഇതിന് മൊബൈൽ ഷോപ്പിലൊന്നും പോകേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞിട്ട് ആ നമ്പർ വാങ്ങിയിട്ട് നമ്മുടെ മനു അവൾക്ക് ഫോണിൽ റീചാർജ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് ചെയ്തിട്ടുണ്ട്, എന്തായാലും കുറച്ച് നേരത്തിനുള്ളിൽ അത് ആക്റ്റീവ് ആയിക്കോളും എന്ന് പറയുകയാണ്. അപ്പോൾ അലീന അത് വാങ്ങി ബാഗിൽ അങ്ങനെ വെക്കുകയാണ്. അങ്ങനെ മനു എന്നാ ഇറങ്ങട്ടെ മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നും ഇറങ്ങുകയാണ്. ഇനിയിപ്പോൾ നീ എന്നാ അങ്ങോട്ട് പോകുക എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബാംഗ്ലൂരിലോട്ടല്ലേ, അതിനിപ്പോൾ നാളെ പോകുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ 2 ദിവസം നീ ഇവിടെ ഉണ്ടാകില്ലേ എന്ന് പറയുമ്പോൾ അതെ എന്ന് പറയാണ്. അങ്ങനെ അലീനയോട് നമ്മുടെ മനു പറയുന്നുണ്ട്, അതെ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് എറണാകുളത്തേക്ക് മാറിയാലോ എന്ന് ആലോചിക്കുകയാണ്, അങ്ങനെ മാറാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കമ്പനി മാറ്റം, ട്രാൻസ്ഫർ ഒന്നുമല്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് എന്താ അലീനയുടെ അഭിപ്രായം എന്ന് മനു ചോദിക്കുമ്പോൾ ഞാൻ എന്താ അഭിപ്രായം പറയാനാ എന്നിങ്ങനെ എന്നാലും പറയാലോ, വരണമെന്നോ വരണ്ടാന്നോ എങ്ങനെയും പറയാലോ എന്ന് പറയാണ്. എറണാകുളത്ത് ആയിക്കഴിഞ്ഞാൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വീട്ടിലോട്ട് വരാൻ പറ്റും എന്നും കൂടി മനു പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയാണ്, അതൊക്കെ മനുവേട്ടൻ്റെ ഇഷ്ടം, ഞാൻ ആരാ അതൊക്കെ പറയാൻ, ഞാൻ ജോലിക്ക് നിൽക്കുന്ന ഒരു പെണ്ണ് അത്രയല്ലേ ഉള്ളൂ എന്നിങ്ങനെ പറയാണ്. എന്നാൽ ശരി ആയിക്കോട്ടെ എന്നും പറഞ്ഞ് മനു അവിടെ നിന്നും എഴുന്നേറ്റ്, അതെ ഫോണൊക്കെ ശരിയായില്ലേ, ഇനിയിപ്പോൾ ഫോണ് ഇടയ്ക്കിടയ്ക്ക് വിളിക്കണം കേട്ടോ എന്ന് പറയുകയാണ്. അപ്പോൾ ശരി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിൽ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ വിളിക്കണം, ഞാൻ ഇതുപോലെ വന്നിട്ട് ഇതേപോലെ എന്തെങ്കിലും പൊട്ടത്തരൊക്കെ പറഞ്ഞ് തന്നെ ചിരിപ്പിച്ചോളാം, അപ്പം മനസ്സിലുള്ള ആ വിഷമം അങ്ങോട്ട് മാറി കിട്ടുകയും ചെയ്യുമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മനു യാത്ര പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ അതിനുശേഷം കാണിക്കുന്നത് വീണ്ടും നമ്മുടെ രേവതിയെയും അതുപോലെ മാമച്ചായനും ഗ്രേസി ആൻറ്റിയും കൂടി ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. അപ്പോൾ അലീനെ രേവതിയാണെങ്കിൽ അവർക്ക് ഭക്ഷണം വിളമ്പി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നീ എന്താ കഴിക്കാത്തതെന്ന് ചോദിക്കുകയാണ്. അത് ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് പറയുന്നത്, എനിക്കിപ്പോൾ വിശക്കണില്ല എന്ന് മറുപടി പറയുന്നുണ്ട്. അതെന്താ നിനക്ക് വിശക്കാത്തത് എന്ന് ചോദിക്കുന്നുണ്ട്. അത് പിന്നെ നിങ്ങൾ കഴിച്ചു കഴിഞ്ഞ് ഞാൻ കഴിച്ചോളാം, വേണ്ട നീ ഭക്ഷണം എടുത്തേ എന്ന് പറയാണ്. അപ്പോൾ ഇവള് എന്തിനാ കഴിക്കാതിരിക്കണേന്ന് അറിയാം, നമ്മൾ 2 പേരും ബാക്കി വെക്കുന്ന ഭക്ഷണം ഉണ്ടല്ലോ അതെടുത്ത് ഇവൾക്ക് കഴിക്കാനാണ്, ഇവളോട് എത്ര പറഞ്ഞാലും ഇവൾ കേൾക്കില്ല എന്നിങ്ങനെ മാമച്ചായനോട് ഗ്രേസി ആൻറ്റി പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അവളാണെങ്കിൽ ഭക്ഷണം എടുക്കുന്നുണ്ട്. ഇനി ഞങ്ങൾ എന്തായാലും ഭക്ഷണം വേസ്റ്റ് ആക്കുന്നില്ല, നീ അത് ആലോചിച്ച് വിഷമിക്കേണ്ട, നീ നിനക്ക് ആവശ്യമുള്ള ഭക്ഷണം എടുത്ത് നീ കഴിക്കാൻ നോക്കി എന്ന് പറഞ്ഞിട്ട് പ്ലേറ്റിൽ അങ്ങനെ നമ്മുടെ രേവതിയെ നിർബന്ധിച്ച് ഭക്ഷണമൊക്കെ എടുപ്പിക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ എടുക്കുന്നില്ല എന്ന് ചോദിക്കുമ്പം വേണ്ട എന്നിങ്ങനെ
പറയുകയാണ്. അങ്ങനെ ഭക്ഷണമൊക്കെ എടുത്ത് അവൾ നേരെ അടുക്കളയിലേക്ക് പോവുകയാണ് അവിടെ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. നീ ഇതെവിടേക്ക് അതും കൊണ്ട് പോകുന്നത് എന്ന് ഗ്രേസി ആൻറ്റി ചോദിക്കുമ്പോൾ ഞാൻ അവിടെ ഇരുന്ന് സ്ലാഗുമൽ വെച്ചിട്ട് അവിടെ നിന്ന് കഴിക്കാനാ. നിന്നോട് എത്ര പറഞ്ഞാലും മനസ്സിലായില്ലല്ലോ, നീ എന്തിനാ നിന്ന് കഴിക്കേണ്ട ആവശ്യം, നിനക്ക് ഇരുന്ന് കഴിച്ചൂടെ, നീ ഈ ഡൈനിങ് ടേബിൾ എന്തിനാ ഇവിടെ ഉള്ളത്, ഇവിടെ ഇരിക്കടി നീ വന്നിട്ട് എന്ന് പറയാണ്. അയ്യോ നിങ്ങളുടെ കൂടെ ഇരിക്കാനോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്തേ ഞങ്ങളുടെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ എന്താ ഞങ്ങളുടെ അഭിമാനം അങ്ങനെ അങ്ങോട്ട് താഴോട്ട് ഇടിഞ്ഞു വീഴോ, നീ ഞങ്ങളുടെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ നീ എന്താ ഞങ്ങളുടെ അന്തസ്സ് മുഴുവനും നീ ഇങ്ങനെ ചുമന്നുകൊണ്ട് ഇങ്ങനെ നിൽക്കല്ലേ, നീ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ താഴാനായിട്ട് ഇടിഞ്ഞുള്ളി വീഴാനായിട്ട്, ഇവിടെ ഇരിക്കടി എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് നമ്മുടെ ഗ്രേസി ആൻഡ്. അങ്ങനെ അലീന ആണെങ്കിൽ രേവതി ആണെങ്കിൽ ഒരു കസേര മാറി അപ്പുറത്താണ് ഇരിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇവിടെ തൊട്ടടുത്തിരിക്കടി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിർബന്ധിച്ച് അവിടെ ഇരുന്ന് ഭക്ഷണം അങ്ങനെ കഴിക്കുകയാണ്. അപ്പോഴേക്കും അവളുടെ കണ്ണൊക്കെ നിറഞ്ഞു, അവൾക്ക് നല്ല ഭക്ഷണം. അപ്പോൾ ചിക്കൻ്റെ വലിയൊരു പീസ് എടുത്ത് തന്നെ ചിക്കൻ വറുത്തത് എടുത്തിട്ട് രേവതിയുടെ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കുകയാണ് നമ്മുടെ ഗ്രേസി ആൻറ്റി. എന്നിട്ട് പറയുന്നത് നീ കഴിക്കടി, നിന്നെ നന്നാക്കി എടുക്കാൻ പറ്റും, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവൾ ആ ഭക്ഷണം എടുത്തിങ്ങനെ കഴിച്ച് കണ്ണീരോട് കൂടിയിട്ടാണ് കേട്ടോ, ഇത്രയും നല്ല ഭക്ഷണം അവൾക്ക് കിട്ടിയല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെ കഴിക്കാൻ തുടങ്ങുന്നുണ്ട്. അങ്ങനെ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്